നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഗാന്ധിജയന്തി ദിന ആചരണവും പാരിസ്ഥിതിക ശുചീകരണ പ്രവർത്തനങ്ങളും. സെൻട്രൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പാലിറ്റി ഹാൾ പരിസരങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷം ജാഥയായി ഗാന്ധി സ്ക്വയറിൽ എത്തി ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന സമർപ്പിച്ചുകൊണ്ട് ഗാന്ധി സന്ദേശം നൽകി. യോഗത്തിൽ അനിൽകുമാർ പാറയിൽ ഗാന്ധി സന്ദേശം നൽകിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഈ ശുചിത്വ നിവാരണ യജ്ഞത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാനവാസ്, വൈദ്യർ മെൽബി, ജിപ്സൺ സലീഷ് കുമാർ, ജിജോ മാത്യു, ക്ലീറ്റസ്, ജോസ്, ബിജിരാജൻ മുട്ടം എന്നിവർ നേതൃത്വം നൽകി. ഫോറത്തിൻ്റെ ജില്ലാ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മഹാത്മാവായ ഗാന്ധിജിയുടെ 155-ാം വർഷ ജന്മദിനം എന്ന് ആഘോഷിക്കുക. പൂർവാധികം രാജ്യത്തിൻ്റെ ഐക്യ ഭാരതത്തിൻ്റെ അഖണ്ഡത വിളിച്ചോതുന്ന ഈ ഇദ്ദേഹത്തിൻ്റെ ജന്മദിന സന്ദേശത്തിൻ്റെ ഭാഗമായി CHRS എന്ന് പറയുന്ന സെൻട്രൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആദരവ് മഹാത്മാഗാന്ധിജിക്ക് സമർപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതത്തെ സന്ദേശമാക്കി ഇന്ത്യ മഹാരാജ്യത്തിലെ ഓരോ ദരിദ്ര ഗ്രാമീണർക്കും പകർന്നു നൽകി ഇന്ത്യയെ സൂര്യനസ്തമിക്കാത്ത ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുന്നിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നുകൊണ്ട് അവർക്ക് മുമ്പിൽ കുത്താതെ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സർവ്വസ്വാതന്ത്ര്യം നേടിത്തരാനായിട്ട് അമരക്കാരനായിട്ട് നിന്ന ഗാന്ധിജിയെ ഈ സമയം വളരെ പാവനമായി സ്മരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ ഒരു അവസരം നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് സന്ദേശം എന്നുള്ള ആ ആപ്തവാക്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മളാൽ ആവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കണം. ശുചീകരണം, സ്വന്തം ശൗചാലയങ്ങളും മറ്റുള്ളവരുടെ ശൗചാലയങ്ങളും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി കസ്തൂർബ ഗാന്ധിയും ചേർന്ന് നടത്തി ഒരു സമൂഹത്തിൻ്റെ ശുചിത്വത്തെ സംബന്ധിച്ച് ബോധവൽക്കരിക്കപ്പെട്ടുള്ള മഹാനാണ് അദ്ദേഹം. മറ്റുള്ള എല്ലാ മേഖലകളിലും വളരെ ലോകം ഇന്നും ആദരിക്കുന്ന, ഐക്യരാഷ്ട്രസഭ ആദരിക്കുന്ന, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ആരാധിക്കുന്ന ഒരു സമാരാധ്യ പുരുഷനായിട്ട് നമ്മുടെ ഗാന്ധിജി മാറണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശവും. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.